അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, യാസീൻ സൂറത്തിൻ്റെ 444 പേജിലുള്ള അഥവാ 55 ആയത്ത് മുതൽ 70 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് നോക്കുന്നത്. ഈ ഒരു പേജ് വളരെ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട നിയമങ്ങൾ ഉൾപ്പെട്ട ഒരു പേജും കൂടിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം കൂടിയാണ്. നമ്മുടെ ഈ ക്ലാസ് ആദ്യമായിട്ടാണ് കേൾക്കുന്നതെങ്കിൽ മുന്നേയുള്ള ക്ലാസ്സുകളൊക്കെ കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒരു ഓർഡർ ഉണ്ടാകുമ്പോഴേ പെട്ടെന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. നമ്മുടെ ക്ലാസ് കേൾക്കുന്നതിൻ്റെ കൂടെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ്. നമുക്ക് സ്ഥിരമായി പതിവായിട്ട് യാസീനൊക്കെ ഓതുന്നവരാണ്. അതിൽ ഒരു പക്ഷെ അറിയാതെ പലപ്പോഴും നമ്മിൽ നിന്ന് പിഴവുകൾ സംഭവിക്കാൻ കൂടുതൽ ചാൻസ് ഉള്ള ഒരു ഭാഗം കൂടിയാണെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് വളരെ പ്രധാനപ്പെട്ട ഭാഗമായതുകൊണ്ട് തന്നെയാണ് കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് പറയുന്നത്. ഇൻഷാ അല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന അസ്ഹാബൽ ജന്നത്തിൽ യൗമ ഫീ ശുഗ്ലിൻ ഫാകിഹൂൻ. ഹും വഅസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തകിഊൻ. ലഹും ഫീഹാ ഫാകിഹത്തുൻ വലഹും മാ യദ്ദഊൻ. സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ. അലം അഹദ് ഇലൈക്കും യാ ബനീ ആദമ അല്ലാ തഅ്ബുദുശ് ശൈത്വാന ഇന്നഹു ലക്കും അദുവ്വും മുബീൻ. വഅനിഅ്ബുദൂനി ഹാദാ സിറാത്തും മുസ്തഖീം. വലഖദ് അളല്ല മിൻകും ജിബില്ലൻ കസീറൻ അഫലം തകൂനൂ തഅഖിലൂൻ. ഹാദിഹി ജഹന്നമുല്ലതീ കുൻതും തൂഅദൂൻ. ഇസ്ലൗഹൽ യൗമ ബിമാ കുൻതും തക്ഫുറൂൻ. اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون. ولو نشاء لطمسنا على أعينهم فاستبقوا الصراط فأنى يبصرون. ولو نشاء لمسخناهم على مكانتهم فما استطاعوا مضيا ولا يرجعون. ومن نعمره ننكسه في الخلق أفلا يعقلون. وما علمناه الشعر وما ينبغي له إن هو إلا ذكر وقرآن مبين. لينذر من كان حيا ويحق القول على الكافرين. ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന അസ്ഹാബൽ ജന്നത്തിൽ യൗമ ഫീ ശുഗ്ലിൻ ഫാകിഹൂൻ. ഷദ്ദുള്ള നൂന് ഷദ്ദുള്ള മീമ് രണ്ടും മണിക്കണം. അപ്പോൾ അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന അസ്ഹാബൽ ജന്നത്തിൽ യൗമ ഫീ ശുഗ്ലിൻ ഫാകിഹൂൻ. ഷുഗുലിൻ ലെ ഷുഗുലിൻ അവിടെ തൻവീനുണ്ട്. ഷുഗു ഐന് ഐനല്ല ഐന്. കഴിഞ്ഞ ഇന്നലത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞിരുന്നു ഐന് ഇൽഹാറിൻ്റെ അക്ഷരങ്ങൾ 6 ഹംസ ഹ ലെ ആ
ഹ. ഇത് രണ്ടും കഴുത്തിൻ്റെ താഴ്ഭാഗത്തു നിന്നാണ് വരേണ്ടത്, ഏറ്റവും അടിയിൽ നിന്നാണ് വരേണ്ടത്. അതിൻ്റെ തൊട്ട് മുകളിൽ നിന്നാണ് ഐനും ഹാവും അതിൻ്റെ തൊട്ട് മധ്യത്തിൽ നിന്നാണ് തൊണ്ടയുടെ മധ്യഭാഗത്തു നിന്നാണ് വരേണ്ടത്. തൊണ്ടയുടെ മേലേ ഭാഗത്തുനിന്ന് തലയോട് ചേർന്ന് നിൽക്കുന്ന ആ ഒരു ഭാഗത്തു നിന്നാണ് റൈനും അതുപോലെ തന്നെ ഹാവും വരേണ്ടത്. ഹ എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് തന്നെയാണ് റൈന് വരേണ്ടത്. ഈ 6 അക്ഷരങ്ങളും തൊണ്ടയിൽ നിന്നാണ് വരേണ്ടതെങ്കിലും 3 ഭാഗമായിട്ട് തിരിച്ചിട്ടുണ്ട്. ആ 3 ഭാഗത്തു നിന്ന് ആ അക്ഷരങ്ങൾ വരാൻ പാടുള്ളൂ. അഥവാ ഫി ഷുഹു മേലേ ഭാഗത്ത് നിന്ന് തലയോട് ചേർന്ന് കിടക്കുന്ന കഴുത്തിൻ്റെ മേലേ ഭാഗത്തു നിന്ന് ആ ഒരു ഭാഗത്തു നിന്നാണ് റൈന് വരേണ്ടത്. അപ്പോൾ ഫി ശുഗുലിൻ ഫാകിഹൂൻ. ഇവിടെ തൻവീൻ്റെ ശേഷം ഫ വന്നു. ഇഖ്ഫാ ചെയ്യണം. ഇഖ്ഫാ എന്ന് പറഞ്ഞാൽ മറച്ച് മടിക്കുക എന്ന് പറഞ്ഞാൽ ഷുഗുലിൻ എന്ന് പറഞ്ഞപ്പോൾ നൂന് സുക്കൂൻ ചെയ്തു. നൂന് അവിടെ ലിൻ എന്ന് പറഞ്ഞല്ലോ. ലിൻ എന്ന് പറയുമ്പോൾ ലാമിൻ്റെ ആ തൻവീന് വ്യക്തമായി. അപ്പോൾ ലിൻ എന്ന് പറഞ്ഞപ്പോൾ ലിൻ. ആ ലിൻ എന്ന് പറഞ്ഞപ്പോൾ വെളിവായി. ലിൻ എന്ന് പറയാതെ വ്യക്തമായിട്ട് പറയാതെ മറച്ച് മണിക്കുക. അപ്പോൾ ഇങ്ങനെ ഫീ ശുഗുലിൻ ഫാകിഹൂൻ. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിരുന്നു ഇഖ്ഫ എങ്ങനെയാണെന്നുള്ളത്. ഫാകിഹൂൻ എന്നുള്ളത് അവിടെ മദ് ആരിൽ വരുന്നുണ്ട്. എവിടെ നിർത്തുകയാണെങ്കിലും അവിടെ സുക്കൂൻ ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള അക്ഷരം നീട്ടാനുള്ള അക്ഷരമാണെങ്കിൽ അലിഫോ വാവോ യാ ഓ വന്നാൽ അവിടെ എന്ത് വരും? അവിടെ മദ് ആരിൽ, പുതിയ ഒരു മദ് രൂപപ്പെടും. അതിൻ്റെ പേരാണ് മദ് ആരിൽ. ഫാകിഹൂൻ. ഇവിടെ ഹൂ എന്നതിൻ്റെ ശേഷം നീട്ടാനുള്ള വാവ് വന്നു. അതിന് ശേഷമാണ് പിന്നെ നൂനെയാണ് നമ്മൾ വഖഫ് ചെയ്യുന്നത്, നിർത്തുന്ന സമയത്ത് ആ നൂനിന് സുക്കൂൻ കൊടുത്ത് നിർത്തുന്നു. അപ്പോൾ ഇങ്ങനെ ഫാകിഹൂൻ. അങ്ങനെ നൂനിന് സുക്കൂൻ കൊടുത്തു. അതിന് തൊട്ട് മുമ്പുള്ള അക്ഷരം വാവാണ്, നീട്ടാനുള്ള വാവാണ്. അങ്ങനെ നീട്ടാനുള്ള വാവോ അലിഫോ യാവോ വരുന്ന സ്ഥലങ്ങളിൽ നീട്ടാനുള്ള വാവായിരിക്കണം. അങ്ങനെ വരുന്ന സ്ഥലങ്ങളിൽ അവിടെ പുതിയൊരു മദ് രൂപപ്പെടും. മദ് രൂപപ്പെടുക എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ട് നീട്ടണം എന്നർത്ഥം. അപ്പം അങ്ങനെ കൂടുതൽ നീട്ടുന്ന സമയത്ത് അവിടെ ഒരു മദ് വരുന്നു. ആ മദ്ദിൻ്റെ പേരാണ് മദ് ആരിൽ. ഹും വഅസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തകിഊൻ. ഹും എന്ന് പറഞ്ഞിട്ട് മീമിനെ സുക്കൂൻ ചെയ്തുകൊണ്ട് പറയണം. ഹും. പലപ്പോഴും അത് ചിലപ്പോൾ ഇങ്ങനെ കൂട്ടി വായിക്കുമ്പോൾ ഹും വഅസ്വാജുഹും എന്നൊക്കെ പറയാറുണ്ട്. അത് ഒരിക്കലും പറയാൻ പാടില്ല. കാരണം സുക്കൂനുള്ള മീമിൻ്റെ ശേഷം മീമ് വന്നാൽ ഇദ്ഗാം ചെയ്യണം, കൂട്ടി യോജിപ്പിക്കണം. അപ്പോൾ ഒറ്റ മീമായിട്ട് ഉച്ചരിക്കും. ഇനി സുക്കൂനുള്ള മീമിൻ്റെ ശേഷം ബ വന്നാൽ മറച്ച് മണിക്കണം. ഹുംബി എന്ന് പറയും അല്ലേ? ഹുംബി. ഇനി ബാക്കി ഏത് അക്ഷരം വന്നാലും മീമിനെ വ്യക്തമായിട്ട് വെളിവായിട്ട് ഉച്ചരിക്കണം. ഹും എന്ന് പറഞ്ഞ് മീമിന് വെളിവായി. ഹും വഅസ്വാജുഹും. ഹുംവ എന്ന് പറയാൻ പാടില്ല. അത് ഒരിക്കലും പറയാൻ പാടില്ല. അത് നമ്മൾ ചിലപ്പോൾ അറിയാതൊക്കെ ചിലപ്പോൾ അങ്ങനെ ഓതി പോകാൻ സാധ്യതയുള്ളൊരു ഭാഗമാണ്. ഹും വഅസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തകിഊൻ. ളിലാലിൻ തൻവീൻ ശേഷം ഐന് വന്നു. ഇൽഹാറിൻ്റെ അക്ഷരമാണ്. അപ്പോൾ ഇൽഹാറിൻ്റെ അക്ഷരം വന്നാൽ തൻവീൻ്റെ സുക്കൂനുള്ള നൂനിൻ്റെയോ തൻവീനിൻ്റെയോ ശേഷം ചാർട്ടിലേക്ക് നോക്കണം. ഓരോ ഇൽഹാറിൻ്റെയും ഇദ്ഗാമിൻ്റെയും പിന്നെ ഒക്കെ ഖിലാബിൻ്റെയും ഇഖ്ഫയിൻ്റെ ഒക്കെ ആ ചാർട്ടിലേക്ക് ഇങ്ങനെ നോക്കിയാൽ മതി. അതിൻ്റെ ഓരോന്നിൻ്റെയും അക്ഷരങ്ങളുണ്ട്. ഇന്ന അക്ഷരം വന്നാൽ ഇദ്ഗാം ചെയ്യണം, ഇന്ന അക്ഷരം വന്നാൽ ഇൽഹാർ ചെയ്യണം. അപ്പോൾ ഹൽക്കിൻ്റെ ഈ 6 അക്ഷരങ്ങൾ വന്നാൽ ഹംസ, ഹ, ഹ, ഖ, ഐന്, ഗൈന് ഇവകളിൽ സുക്കൂനുള്ള നൂനിൻ്റെയോ തൻവീനിൻ്റെയോ ശേഷം ഈ 6 അക്ഷരത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു അക്ഷരം വന്നാൽ ഇവിടെ ളിലാലിൻ എന്ന തൻവീനിൻ്റെ ശേഷം ഐന് വന്നു, ഇൽഹാറിൻ്റെ അക്ഷരമായ ഐന് വന്നു. അങ്ങനെ ഐന് വന്നാൽ ഈ തൻവീനെ വ്യക്തമായിട്ട് വെളിവാക്കി പറയണം എന്നർത്ഥം. അപ്പം ളിലാലിൻ ഇപ്പം വ്യക്തമായി. ളിലാലിൻ അലൽ അറായികി മദ് മുത്തസിൽ. മുത്തകിഊൻ അവിടെ മദ് വഖഫ് ചെയ്തപ്പം പുതിയ മദ് വന്നു, മദ് ആരിൽ. ലഹും ഫീഹാ ഫാകിഹത്തുൻ വലഹും മാ യദ്ദഊൻ. ലഹും അവിടെ ഇൽഹാർ, പിന്നെ ഫാകിഹത്തുൻ വ അവിടെ എന്ത് ചെയ്യണം? കൂട്ടി യോജിപ്പിച്ച് മണിക്കണം. നൗമി നൂന് വാവ് മീമി യാ ഇദ്ഗാം ബിഗുന്നയുടെ അക്ഷരം. തൻവീൻ്റെ ശേഷം നൂന് വാവ് മീമി യാ ഇവകളിൽ ഏതെങ്കിലും ഒരു അക്ഷരം വന്നാൽ
കൂട്ടി യോജിപ്പിക്കുക. തൻവീനെ ആ വാവിലേക്ക് കൊടുക്കുക, അടുത്ത ആ അല്ലെങ്കിൽ യായിലേക്ക് കൊടുക്കുക. ഇവിടെ വാവായതുകൊണ്ട് തൻവീനെ വാവിലേക്ക് കൊടുത്ത് പിന്നെ മണിക്കുകയും ചെയ്യുക. അപ്പം ഇങ്ങനെ ഫാക്കിഹത്തും വലഹുമ്മ, അവിടെ സുക്കൂനുള്ള മീമാണ്. അപ്പം സുക്കൂനുള്ള മീമിൻ്റെ വരുമ്പം മീമിൻ്റെ പിന്നെ നിയമത്തിലേക്കാണ് നോക്കേണ്ടത്. സുക്കൂനുള്ള മീമിൻ്റെയോ സുക്കൂനുള്ള നൂനിൻ്റെയോ ഇത് രണ്ടും മാറ്റണ്ടേ, നിയമങ്ങൾ മാറ്റണ്ടേ. സുക്കൂനുള്ള മീമിൻ്റെ നിയമങ്ങൾ വളരെ കുറച്ചുള്ളൂ, ആ ചാർട്ടിലേക്ക് നോക്കിയാൽ മതി. അപ്പോൾ സുക്കൂനുള്ള മീമിൻ്റെ ശേഷം മീം വന്നതുകൊണ്ട് ഇദ്ഗാം ചെയ്യണം. സുക്കൂനുള്ള മീമിൻ്റെ ശേഷം ബ വന്നാൽ ഇഖ്ഫ ചെയ്യണം. ബാക്കി ഏത് അക്ഷരം വന്നാലും മീമിനെ സംബന്ധിച്ച് ഇദ്ഹാറാണ്, വ്യക്തമായിട്ട് ഉച്ചരിക്കണം എന്നർത്ഥം. ഇവിടെ എന്ത് ചെയ്യണം? കൂട്ടി യോജിപ്പിച്ച് മണിക്കണം. അപ്പോൾ ഒറ്റ മീമായിട്ടേ വരുള്ളൂ. വലഹുമ്മ ഒറ്റ മീമായിട്ട് ഉച്ചരിച്ചു, പിന്നെ മണിക്കുകയും ചെയ്യണം. വലഹുമ്മ യദ്ദഊൻ സലാമുൻ ഖൗലം ല സലാമുൻ ഖ തൻവീൻ്റെ ശേഷം പിന്നെ ഖാഫ് വന്നു, ഇഖ്ഫായിൻ്റെ അക്ഷരമാണ്. അപ്പം മറച്ച് മണിക്കണം. മറച്ച് മണിക്കുക എന്ന് പറഞ്ഞാൽ സലാമുൻ എന്ന് പറയുമ്പോൾ നാവിൻ്റെ തലഭാഗം മേലെ ഭാഗത്ത് തട്ടും, ആ തട്ടാത്ത അതിൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരവസ്ഥ. സലാമുൻ ഖൗലം സലാമുൻ ഖൗലം മി, അവിടെ തെൻവീൻ്റെ ശേഷം അലിഫ് ഉണ്ടെങ്കിലും ഉച്ചാരണത്തിൽ വരുന്നത് മീമാണ്. അപ്പോൾ നൗമി നൂന് വാവ് മീമിയ ആയതുകൊണ്ട് കൂട്ടി യോജിപ്പിച്ച് മണിക്കണം. മിർ റബ്ബിർ റഹീം, ഇവിടെ രണ്ട് സ്ഥലത്തും റ ആണ്. സുക്കൂനുള്ള നൂനിന് ശേഷം റ വന്നു, മിറ അല്ലേ. അപ്പം എന്ത് ചെയ്യണം? കൂട്ടി യോജിപ്പിക്കുക, മണിക്കരുത്. മിറ സുക്കൂനുള്ള നൂനിൻ്റെ ശേഷം റ വന്നാൽ അല്ലെങ്കിൽ ലാമ് വന്നാൽ, ഈ രണ്ടാലും ഒരു അക്ഷരം വന്നാൽ അവിടെ എന്ത് ചെയ്യണം? നൂനിനെയോ അല്ലെങ്കിൽ തെൻവീനെയോ അതിലേക്ക് കൂട്ടി യോജിപ്പിച്ച് മണിക്കരുത്. കൂട്ടി യോജിപ്പിക്കുക, മണിക്കരുത് എന്നർത്ഥം. അതാണ് ഇദ്ഗാമും ബിലാഗുന്ന എന്ന് പറഞ്ഞാൽ. മിർ റബ്ബി, അവിടെ റബ്ബിൻ എന്നുള്ളത് തെൻവീൻ്റെ ശേഷം റാ, അവിടെയും എന്ത് ചെയ്തു? റബ്ബിർ റഹീം റബ്ബിർ റഹീം മിർ റബ്ബിർ റഹീം, അങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത്. അവിടെ ചിലപ്പോൾ നിയമം അറിയാത്തത് കൊണ്ട് ചിലപ്പോൾ മിൻ റബ്ബി എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതൊരിക്കലും പറയത് മിർ റബ്ബിർ റഹീം. വംതാസുൽ യൗമ വ എന്ന് പറയത് അവിടെ വസിലിൻ്റെ ഹംസയാണ്. വസിലിൻ്റെ ഹംസ എന്ന് പറഞ്ഞാൽ ചേർത്തി വായിക്കുമ്പോൾ ആ ഹംസ ഒഴിവാകും. അപ്പം എന്ത് ചെയ്യും? വംതാസുൽ യൗമ വംതാസുൽ യൗമ, അവിടെയൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. ആ പിന്നെ വാവിനെ ഉച്ചാരണത്തിൽ വരൂല. വംതാസുൽ വംതാസു എന്ന് പറയാൻ പാടില്ല. കാരണം എന്താ? അതിന് ശേഷമുള്ള സുക്കൂനാണ്. അപ്പോൾ ഒരുപാട് അക്ഷരം അതിൻ്റെ ഇടയിലായിട്ട് വരുന്നുണ്ട്. സുക്കൂനുള്ള ഒരുപാട് അക്ഷരങ്ങളൊക്കെ വരുന്നാൽ എന്ത് ചെയ്യും? ആ എല്ലാ അക്ഷരങ്ങളും ഒഴിവാകും എന്നുള്ളതാണ്. വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ മുജ്രിമൂൻ, അവിടെ റാഇനെ തർക്കീക്ക് ചെയ്യണം. അലം അഹദ് ഇലൈക്കും യാ ബനി ആദമ അല്ല എന്നല്ല അല്ല, സുക്കൂനുള്ള നൂന് ശേഷം ലാമ് വന്നു. അപ്പോൾ ഈ നേരെ കൂട്ടി യോജിപ്പിക്കുക. അവിടെ നൂന് ഉച്ചാരണത്തിൽ വരൂല. ആ നൂന് ആ ലാമിലേക്ക് കൂട്ടി യോജിപ്പിച്ച് ലാമിന് കട്ടി കൊടുക്കുക എന്നുള്ളതാണ്. അതാണെന്ത് ഇദ്ഗാം എന്ന് പറഞ്ഞാൽ. അല്ല, ഇവിടെ യാ ബനി മദ്ദുണ്ട്, അവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാ തഅ്ബുദു ശൈത്വാന ഇന്നഹു ലക്കും അദുവ്വും മുബീൻ. ഈ ഹായിനെ ഇവിടെ നീട്ടണം. കാരണം ഹായിൻ്റെ തൊട്ട് മുമ്പുള്ള അക്ഷരത്തിനും തൊട്ട് ശേഷമുള്ള അക്ഷരത്തിനും സുക്കൂൻ ഇല്ല. സുക്കൂൻ ഉണ്ടെങ്കിൽ ആ ഹാ നീട്ടുകയില്ല. ചെറിയ നിലക്ക് നീട്ടണം എന്നർത്ഥം. ഇന്നഹു, അതിനാണ് അവിടെ ചെറിയൊരു വാവ് കൊടുത്തിട്ടുള്ളത്. ലക്കും അദുവ്വും മുബീൻ, തൻവീനെ മീമിലേക്ക് കൂട്ടി യോജിപ്പിച്ചു. വനിഅ്ബുദൂനി നിഅ്ബുദു കൂട്ടി വയ്ക്കുമ്പോൾ നിഅ്ബുദൂനി, അവിടെ വസലിൻ്റെ ഹംസ ഒഴിവാകും ചേർത്തി വായിക്കുമ്പോൾ. ഹാദാ സിറാത്തും മുസ്തഖീം, അവിടെയൊക്കെ നിയമം മനസ്സിലായില്ല അല്ലേ? വലഖദ് അളല്ല മിൻകും ജിബില്ലൻ കസീറ, കസീറ നിർത്തിയപ്പോൾ വഖഫ് ചെയ്തപ്പോൾ കസീറ. ജിബില്ലങ്ക അവിടെ ഇഖ്ഫ ചെയ്യണം. മിൻകും ഇഖ്ഫ. കസീറൻ അഫലം തകൂനു തഅഖിലൂൻ, അവിടെ നിർത്തുന്നില്ല എങ്കിൽ കസീറൻ തൻവീന് ശേഷം പിന്നെ ഉച്ചാരണത്തിൽ വരുന്ന ആ എന്നുള്ളതാണ്. ആ ഫലം അല്ലേ? അപ്പോൾ ഹംസയാണ്, ഇൽഹാറിൻ്റെ അക്ഷരമാണ്. അപ്പോൾ എന്താണ്? കസീറൻ എന്ന് പറയണം. ഇൽഹാറിൻ്റെ അക്ഷരമായതുകൊണ്ട് ഇൽഹാർ എന്ന് പറഞ്ഞാൽ വെളിവാക്കുക എന്നർത്ഥം, വ്യക്തമായിട്ട് ഉച്ചരിക്കുക. അപ്പോൾ തൻവീനെ കസീറൻ എന്ന് പറയണം.
ഹാദിഹി ജഹന്നമുല്ലതി കുന്തും തുഅദൂൻ ഇസ്ലൗഹൽ യൗമ ബിമാ കുന്തും തക്ഫുറൂൻ. ഇവിടെ എന്തുകൊണ്ട് ഈ എന്ന് പറഞ്ഞു? നമ്മൾ അവിടെ ആ എന്ന് പറഞ്ഞുകൂടായിരുന്നോ, അല്ലെങ്കിൽ ഊ എന്ന് പറഞ്ഞുകൂടായിരുന്നോ? ആ എന്ന് പറയുന്ന പിന്നെ സന്ദർഭം ഇപ്പോൾ വസലിൻ്റെ അംസ എന്നിങ്ങനെ മനസ്സിലാക്കി അതിൻ്റെ മേലെ തൊട്ട് മേലെ എന്തുണ്ടാവും? ഒരു ചെറിയൊരു സ്വാദ് പോലത്തെ ഒന്നുണ്ടാവും. ലൊമ്മാണെന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിൽ, ലൊമ്മല്ലത്. അപ്പോൾ പിന്നെ സ്വാദാണ്, സ്വാദിൻ്റെ ചെറിയ ഒരു പിന്നെ അതിൻ്റെ സ്വാദിൻ്റെ കുട്ടി എന്ന് പറയുമല്ലോ, ആ ഒരു രൂപത്തിലുള്ളതാണ്. ഇവിടെ എന്തുകൊണ്ട് ഈ എന്ന് വായിച്ചു? നമ്മൾ നോക്കേണ്ട ഇസ്ലൗ എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു വാക്കിൻ്റെ അവസാനത്തെ വാക്കിൻ്റെ അക്ഷരത്തിൻ്റെ തൊട്ട് മുമ്പുള്ള അക്ഷരം ഫത്തുഹ കെസുറ ആണെങ്കിൽ അവിടെ കെസർ കൊടുത്താണ് വായിക്കേണ്ടത്. ഫത്ത് ആണെങ്കിലും കെസർ ആണെങ്കിലും ഇവിടെ ല എന്നുള്ളതാണ്. അത് കൂടുതൽ നമുക്ക് അതിനെപ്പറ്റി അറബി അറിഞ്ഞാലേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, കൂടുതൽ തിരിയുകയുള്ളൂ. എങ്കിലും അതിനാണ് വിശുദ്ധ ഖുർആൻ ഉസ്താദ്മാരിൽ നിന്ന് കേട്ടുകൊണ്ട് പഠിച്ച് ഓതണം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു മെത്തേഡാണ് ഇപ്പോൾ പറഞ്ഞത്. പിന്നെ അവസാനത്തതിൻ്റെ മുമ്പുള്ള പിന്നെ അക്ഷരത്തിന് ഫത്തുഹ കെസർ ആണെങ്കിൽ കെസർ കൊടുത്താണ് പറയേണ്ടത്. പിന്നെ ലൊമ്മാണെങ്കിൽ ലൊമ്മ കൊടുത്തിട്ട് തന്നെയാണ് പറയേണ്ടത്. അപ്പോൾ ഇവിടെ ല എന്നുള്ളതിന് ഫത്ത് ആയതുകൊണ്ട് അപ്പോൾ ഹംസക്ക് കെസർ കൊടുത്തിട്ടാണ് പറയേണ്ടത്. അപ്പോൾ ഇസ്ലൗഹ. പിന്നെ ഏതൊരു വാക്കിനും അലിഫും ലാമും ഉണ്ടെങ്കിൽ, അതിൻ്റെ തുടക്കത്തിൽ അലിഫും ലാം ആണെങ്കിൽ, അപ്പോൾ അടുത്ത വാക്ക് ഇസ്ലൗഹൽ യൗമ. ഇപ്പോൾ നമ്മൾ ഇസ്ലൗഹ എന്ന് പറഞ്ഞ് നമ്മൾ ഓതിയിട്ട് നിർത്തുകയാണെങ്കിൽ ഇനി നമുക്ക് പറയേണ്ടത് അൽ യൗമ എന്നുള്ളതാണ്. അലിഫും ലാമുമാണ് വരുന്നതെങ്കിൽ, അലിഫും ലാമും ആ ഒരു വാക്കിൻ്റെ തുടക്കത്തിൽ അലിഫും ലാമും വരുന്നെങ്കിൽ പിന്നെ അവിടെ ഒന്നും നോക്കേണ്ട, അവിടെ അലിഫിന് ഫത്ത് കൊടുത്തിട്ടാണ് പറയേണ്ടത് എപ്പോഴും. അപ്പോൾ ഇവിടെ ഇങ്ങനെ അൽ യൗമ ബിമാ കുന്തും തക്ഫുറൂൻ. ഇപ്പോൾ ആ കൺഫ്യൂഷൻ തീർന്നിട്ടുണ്ടാകും എന്ന് മനസ്സിലാക്കുകയാണ്. ഫത്തുഹ കസ്റ ആണെങ്കിൽ അവസാനത്തെ അലിഫുൽ ലാമാണെങ്കിൽ പിന്നെ ഒന്നും നോക്കണ്ട, അവിടെ അലിഫുൽ ലാമാണ് തുടക്കത്തിൽ വരുന്നെങ്കിൽ പിന്നെ ഒന്നും നോക്കണ്ട, അവിടെ അലിഫിന് ഫത്ത് കൊടുക്കുക. ഫത്ത് കൊടുക്കുന്ന സന്ദർഭം അലിഫുൽ ലാമ് വരുമ്പോൾ മാത്രമാണ്. ഇപ്പോൾ അള്ളാഹു എന്നുള്ളത് എന്തുകൊണ്ടാണ് ആ എന്ന് വായിച്ചത്? അതിന് അലിഫും ലാമും വന്നതുകൊണ്ടാണ്. അപ്പോൾ അള്ളാഹു എന്നുള്ളത് അള്ളാഹു എന്ന് വായിച്ചു. അത് നമ്മൾ പിന്നെ വഖഫ് ചെയ്തിട്ട് ബിസ്മി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അവിടെ എന്ത് ചെയ്താണ്? ബിസ്മി അല്ലേ? അവിടെ നമ്മൾ നിർത്തുകയാണെങ്കിൽ പിന്നെ നമ്മൾ വായിക്കേണ്ടത് അള്ളാഹു എന്നുള്ളതാണ്. അപ്പോൾ അലിഫുൽ ലാമു വന്നാൽ നമ്മൾ അവിടെ നിയമം നോക്കേണ്ടതില്ല, ആ എന്നുള്ളതാണ് നോക്കേണ്ടത്. അലിഫുൽ ലാമു വരുന്നത് ഇസ്മിലാണ്, പേരിലാണ് വരിക. അതിപ്പോൾ നമ്മൾ നോക്കണ്ട, നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിപ്പോൾ നമുക്ക് പേരാണോ അതിൽ നിന്ന് നമുക്ക് തിരിയില്ലല്ലോ. അപ്പോൾ അലിഫും ലാമും ഉണ്ടെങ്കിൽ അതിന് ആ എന്നാണ് വായിക്കേണ്ടത് എപ്പോഴും. തുടക്കത്തിൽ അലിഫും ലാമും ഉണ്ടെങ്കിൽ ആ എന്നാണ് വായിക്കേണ്ടത്. അലിഫും ലാമും ഇല്ലാത്ത സ്ഥലത്താണ് ഈ പറഞ്ഞത് അവസാനത്തെ തൊട്ട് മുമ്പുള്ളതിൻ്റെ അവസാനത്തെ അക്ഷരത്തിൻ്റെ തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന് ഫത്തുഹ കെസുറ ആണെങ്കിൽ കെസർ കൊടുത്തിട്ടാണ് പറയേണ്ടത്. ഇനി അവിടെ അവസാനത്തെ തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന് ലൊമ്മാണെങ്കിൽ അത് ചിലപ്പോൾ എല്ലാ പദങ്ങളും ചിലപ്പോൾ തിരിഞ്ഞോളുന്നില്ല, ചില പദങ്ങളൊക്കെ ചിലപ്പോൾ അത് മാറ്റങ്ങളുണ്ടാവും, അതിൽ ചില അവസാനത്തെ അക്ഷരം കളഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അത് നമുക്ക് തിരിയില്ല. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പ്രത്യേകമായിട്ട് ഉസ്താദുമാരിൽ നിന്ന് കേട്ട് തന്നെ പഠിക്കണം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ അറബി ആ രൂപം അറിയണം. അപ്പോൾ ഏതായാലും പോട്ടെ. ഇസ്ലൗഹൽ യൗമ ബിമാ കുന്തും തക്ഫുറൂൻ. അൽ യൗമ മനസ്സിലായോ? അൽ യൗമ എന്ന് വായിച്ചത് എന്തുകൊണ്ടാണ്? അതിൻ്റെ തുടക്കത്തിൽ അലിഫും ലാമും ഉണ്ടായതുകൊണ്ടാണ്. അൽ യൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ. അവിടെ സുക്കൂനുള്ള മീമിൻ്റെ ശേഷം, സുക്കൂൻ ഇല്ലെങ്കിലും സുക്കൂനുള്ള മീമാണ് അല്ലേ, അതിന് ശേഷം ബ വന്നാൽ എന്ത് ചെയ്യണം? നിയമം പറഞ്ഞു, ഇഖ്ഫാ ചെയ്യണം. അപ്പം എങ്ങനെ? അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ വലൗ നശാഉ ലതമസ്നാ അലാ അഅ്യുനിഹിം ഫസ്തബഖുസ് സിറാത ഫഅന്നാ യുബ്സിറൂൻ. മദ്ദുകളൊക്കെ എന്ത് ചെയ്യുക? നീട്ടുക. മദ് മുത്തസിലുണ്ട്, മദ് മുൻഫസിലുണ്ട്. പിന്നെ യുബ്സിറൂ എന്നുള്ളിടത്ത് മദ് പുതിയൊരു മദ് രൂപപ്പെടുന്നു, മദ് ആരിദ്. മദ് ആരിദ് എല്ലാ സ്ഥലത്തും ഒരേപോലെ വരിക. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. വഖഫ് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള അക്ഷരം നീട്ടാനുള്ള അക്ഷരമാണെങ്കിൽ അവിടെയൊക്കെ മദ് കൂടുതലായിട്ട് നീട്ടിയിട്ടാണ് നിർത്തേണ്ടത്.
يبصرون ولو نشاء لمسخناهم على مكانتهم فما استطاعوا مضيا ولا يرجعون വമൻ നുഅമ്മിർഹു അവിടെ റായിന് തെർക്കീക്ക് ചെയ്യണം. കാരണം റായിന് സുക്കൂന് മുമ്പ് കസിർ വന്നാൽ അവിടെ എന്ത് ചെയ്യണം? തെർക്കീക്ക് ചെയ്യണം. അതിന് ശേഷമുള്ള ഹു എന്നതിന് നീട്ടാത്തതിൻ്റെ കാരണം തൊട്ട് മുമ്പുള്ള റായിന് സുക്കൂന് വന്നു എന്നുള്ളതാണ്. വമൻ നുഅമ്മിർഹു നുനക്കിസ്ഹു ഫിൽ ഖൽഖി ഫലാ യഅഖിലൂൻ വമാ അല്ലംനാഹു അശ്ശിഅറ വമാ യംബഗി ലഹു. ഇവിടെ യംബഗി അല്ലേ, സുക്കൂനുള്ള നൂനിന് ശേഷം ബാ വന്നു. അങ്ങനെ ബാ വരുന്ന സുക്കൂനുള്ള നൂനാണ്, മീമല്ല. സുക്കൂനുള്ള നൂനിൻ്റെ ശേഷം ബാ വന്നാൽ ആകെ ഒരേ ഒരു നിയമമാണ്, പിന്നെ ഇഖ്ലാബാണ്. ഇഖ്ലാബിന് ആകെ ഒരേ അക്ഷരമുള്ളൂ, അത് ബാ ആണ്. സുക്കൂനുള്ള നൂനിൻ്റെയോ തെൻവീനിൻ്റെയോ ശേഷം ബാ വന്നാൽ ആ നൂനിനെയോ അല്ലെങ്കിൽ തെൻവീനിനെയോ മാറ്റിയിട്ട് അവിടെ മീമ് കൊടുക്കുക. മീമ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ മീമ് കൊടുത്തിട്ടാണ് ഉച്ചാരണത്തിൽ കൊണ്ടുവരേണ്ടത്. അപ്പം എൻ എന്നുള്ളത് യംബഗീല. അപ്പോൾ സുക്കൂനുള്ള മീമിൻ്റെ ശേഷം ബാ വന്നാലും സുക്കൂനുള്ള നൂനിൻ്റെ ശേഷം ബാ വന്നാലും നമ്മൾ പറയൽ പിന്നെ ഉച്ചരിക്കൽ രണ്ടും ഒരേപോലെയാണ്. പക്ഷേ ഇവിടെ എന്താ മാറ്റം എന്ന് വെച്ചാൽ നൂനിനെ മാറ്റിയിട്ട് മീമാക്കി കൊടുക്കണം എന്ന് മാത്രം. മറ്റുള്ളത് മീമിൻ്റെ ശേഷം ബാ വന്നാൽ പിന്നെ മാറ്റേണ്ട ആവശ്യമില്ല, നേരെ അതേപോലെ പറഞ്ഞാൽ മതി. അപ്പോൾ ഇവിടെ സുക്കൂനുള്ള നൂനിൻ്റെ ശേഷം ബാ വന്നാൽ ഇഖ്ലാബ് വരും. അപ്പോൾ എങ്ങനെ? യംബഗീല ഇൻ ഹുവ ഇല്ലാ ദിക്റുൻ വഖുർആനും മുബീൻ ലിയുൻദിറ. ഇവിടെ ലാമിന് ശബ്ദമുണ്ട്. ഈ ശബ്ദം എപ്പോഴാണ് വരിക എന്ന് വെച്ചാൽ കൂട്ടി വായിക്കുമ്പോഴേ ആ ഒരു ശബ്ദം ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ഉച്ചാരണത്തിൽ ശബ്ദം വരൂല. ലിയുൻദിറ അവിടെ കൂട്ടി വായിക്കുമ്പോൾ എങ്ങനെ പറയാം? വഖുർആനും മുബീനുൽ ലിയുൻദിറ. അപ്പോഴാ എന്തേ ഉള്ളൂ? ആ തൻവീനെ ലാമിലേക്ക് കൂട്ടി യോജിപ്പിച്ച അപ്പോഴാണ് ആ ശബ്ദം വരുന്നത്, അല്ലെങ്കിൽ ആ ശബ്ദം വരൂല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ലിയുൻദിറ മൻ കാന, ഇവിടെ ഇഖ്ഫ വരുന്നുണ്ട്. മൻ കാന ഹയ്യൻ വ ഇദ്ഗാമും ബിഗുന്ന കൂട്ടി യോജിപ്പിച്ച് മണിക്കുക. ഹയ്യൻ വ യഹിഖൽ ഖൗലു അലൽ കാഫിരീൻ. അപ്പോൾ ഈ പേജിൽ പ്രത്യേകം ശ്രദ്ധിക്കാൻ പറഞ്ഞത് ഹും വ അസ്വാജുഹും വംതാസുൽ യൗമ വംതാ. അവിടെ ആ വസലിൻ്റെ ഹംസയെ കളയും, ചേർത്തി ഓതുമ്പോൾ വസലിൻ്റെ ഹംസ ഉണ്ടാവുകയില്ല. അതേപോലെ തന്നെ ഇസ്ലൗഹൽ യൗമ, ഇസ്ലൗ അല്ലേ, അത് നമ്മൾ പറഞ്ഞു. ഇനി അത് ആ നിയമങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് വരുന്ന പിന്നെ ഓരോ ഭാഗങ്ങളിലായിട്ട് ആ നിയമങ്ങളൊക്കെ പറയുമ്പോൾ പ്രത്യേകമായിട്ട് നമുക്ക് ഓരോ വാക്കുകൾ നമുക്ക് പ്രത്യേകം മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ തന്നെ ഇസ്ലൗഹൽ യൗമ എന്നുള്ളിടത്ത് അൽ യൗമ എന്ന് വായിക്കാം നമുക്ക്. ആ എന്ന് പറയുന്ന സ്ഥലം ഒരേ ഒരു സ്ഥലത്ത് വരുള്ളൂ, അത് അലിഫും ലാമും ഉള്ള സ്ഥലങ്ങളിൽ മാത്രമേ വരുള്ളൂ. പിന്നെയുള്ളത് കസിർ വരും, അല്ലെങ്കിൽ ലൊമ്മ് വരും. അപ്പോൾ അലിഫും ലാമും ഇല്ലാത്ത ഒരു സ്ഥലത്ത് ഒരു കാരണവശാലും പിന്നെ ആ എന്ന് പറയരുത്. അലിഫും ലാമുള്ള സ്ഥലത്ത് മാത്രമേ ആ എന്ന് പറയുള്ളൂ. അലിഫും ലാം ഇല്ലാത്ത സ്ഥലത്ത് ആ എന്ന് ഒരിക്കലും പറയരുത്. പിന്നെ ഈന്ന് ആ വരുള്ളൂ, അല്ലെങ്കിൽ ഊന്നാ വരുള്ളൂ. അത് അതിന് പറഞ്ഞു. പിന്നെ ചിലത് നമുക്ക് പെട്ടെന്ന് തിരിയില്ല, കാരണം അവസാനത്തെ അക്ഷരം ഒന്നിലേക്ക് കളയപ്പെട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പം ചിലത് കൂടിയിട്ടുണ്ടാവും, അക്ഷരങ്ങൾ കൂടിയിട്ടുണ്ടാവും. അത് പിന്നെ ഓരോന്ന് സർഫാക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് പിന്നെ സാധാരണക്കാരായ ആളുകൾക്ക് ചിലപ്പം പെട്ടെന്ന് അത് തിരിയില്ല. അങ്ങനെ കൺഫ്യൂഷൻ വരുന്ന സ്ഥലത്ത് എന്ത് ചെയ്യുക? പിന്നെ അവിടെ എന്ത് ചെയ്യണ്ട, പിന്നെ ഈന്ന് വായിച്ചിട്ടോ അല്ലെങ്കിൽ ഊന്ന് വായിച്ചിട്ടോ നമ്മൾ ഇടങ്ങാറാവേണ്ട. അങ്ങനെ കൺഫ്യൂഷൻ വരുന്ന സ്ഥലത്ത് നേരെ കൂട്ടി വായിച്ചാൽ മതി. ഉദാഹരണത്തിന് തുഅദൂനസ്ലൗഹ, അപ്പോൾ എന്ത് ചെയ്യും? കൂട്ടി വായിക്കുമ്പോൾ ആ വസലിൻ്റെ ഹംസയെ കളയപ്പെടും. അപ്പോൾ പിന്നെ അവിടെ ഇനി ആന്ന് വായിക്കണോ ഈന്ന് വായിക്കണോ എന്ന് സംശയം വേണ്ട. അപ്പോൾ അത് ആ ഹംസയെ കളഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? വസലിൻ്റെ ഹംസയെ ചേർത്തി വായിക്കുമ്പം അത് വസലിൻ്റെ ഹംസയെ കളയപ്പെടണം എന്നുള്ളതാണ്. അപ്പോൾ കുന്തും തുഅദൂന ഇസ്ലൗഹൽ യൗമ, ഇവിടെ ഇപ്പോൾ കൂട്ടി വായിച്ചല്ലോ. ഇസ്ലൗഹൽ യൗമ എന്നുള്ളിടത്ത് അവിടെ ആന്ന് ഒഴിവാക്കി. എന്തേ കാരണം? ചേർത്തി പിന്നെ ഓതിയപ്പോൾ ആ എന്നുള്ളത് ഒഴിവാക്കി. അപ്പോൾ അങ്ങനെ കൺഫ്യൂഷൻ വരുന്ന സ്ഥലത്ത് എന്ത് ചെയ്താൽ മതി? അപ്പോൾ അത് ഒഴിവാക്കുക. പിന്നീട് എന്ത് ചെയ്യുക? ഇപ്പോൾ ഉസ്താദുമാരോടൊക്കെ എന്ത് ചെയ്യുക? ചോദിച്ച് പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഓരോ സ്ഥലങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുക? പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ സ്ഥിരമായിട്ട് ഓതുന്ന സൂറത്തുകൾ അതൊക്കെ നമ്മൾ പ്രത്യേകം നമ്മൾ മനസ്സിലാക്കി വെക്കുക. അവിടെ ഈ എന്നുള്ളതാണ്, ഇപ്പോൾ ഇസ്ലൗഹ എന്നുള്ളത് ഈ എന്നുള്ളതാണെന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കണം.
അതിൻ്റെ അർത്ഥം ബാക്കിയുള്ള സ്ഥലങ്ങളിൽ മനസ്സിലാക്കേണ്ട എന്നുള്ളതല്ല. കാരണം നമ്മൾ സാധാരണ ബക്കറ സൂറത്തൊക്കെ മാസത്തിൽ ഒരു പ്രാവശ്യമേ ഓതുന്നുവെങ്കിൽ അവിടെ നമ്മൾ പിഴവ് വരുന്ന ഒരു വട്ടേ ഉള്ളൂ. നേരെ മറിച്ച് യാസീൻ ദിവസം ഓതുന്ന ഒരാളെ സംബന്ധിച്ച് ദിവസവും പിഴവ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ രണ്ട് മാറ്റമുണ്ട്. വിശുദ്ധ ഖുർആനൊക്കെ വളരെ നല്ല രൂപത്തിൽ തന്നെ ഓതാനുള്ള തൗഫീഖ് അല്ലാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനെ സ്നേഹിച്ചുകൊണ്ട് അതിനെ കൂടുതൽ മനസ്സിലാക്കാനുള്ള തൗഫീഖ് അല്ലാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പറയുന്ന കാര്യങ്ങൾ നല്ലതുപോലെ മനസ്സിലാക്കാനും അതിനുള്ള നല്ല ഹിഫ്ളാക്കാനും മനഃപ്പാഠമാക്കാനും എന്നെന്നും ഓർമ്മിക്കാനൊക്കെ ഉള്ള തൗഫീഖ് അല്ലാഹു തആല അതിനുള്ള പവറും അതിനുള്ള ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും അല്ലാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ മക്കളിലൊക്കെ അല്ലാഹു തആല എല്ലാ നിലക്കുള്ള ഖൈറും ബറക്കത്തും റാഹത്തും സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരീക്ഷകളൊക്കെ വരുന്നുണ്ട്. പൊതുപരീക്ഷയായിട്ടും മറ്റ് പരീക്ഷയായിട്ടും സ്കൂളിലൊക്കെ പരീക്ഷ വരുന്നുണ്ട്. SSLC പരീക്ഷ ഒക്കെ ഉണ്ട്. അല്ലാഹു തആല എല്ലാ പരീക്ഷയിലും മറ്റുള്ള ഉന്നതമായ പഠനങ്ങളിലൊക്കെ എല്ലാ നിലക്കുള്ള വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സമ്പൂർണ്ണ വിജയം തന്നെ, നല്ല മാർക്കോടുകൂടെ തന്നെ ++ വാങ്ങിയിട്ട് വിജയിക്കാനുള്ള തൗഫീഖ് അല്ലാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് നല്ലോണം അധ്വാനിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ ഉണ്ട്. അവർക്കൊക്കെ അതിനനുസരിച്ചുള്ള നല്ല മാർക്ക് തന്നെ നൽകി അനുഗ്രഹിക്കട്ടെ. പരീക്ഷയ്ക്ക് എഴുതുന്ന സമയത്ത് നല്ല ഓർമ്മയോടുകൂടെ തന്നെ